ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. വഅൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം. ഖാല, അദ്ദേഹം പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി അബീഉൽ ഇബിൽ ബിൽ ബഖീ ഫഅബീഉ ബിദ്ദനാനീരി വആഖുദു ബിദ്ദറാഹിമി. ഞാൻ വായിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. കാരണം ഇതിൽ ഇത് ചില പദങ്ങൾ തന്നെ തെറ്റിയിട്ടുണ്ടെങ്കിൽ വലിയ അർത്ഥ വ്യത്യാസം വരും. ഫഅബീഉ ബിദ്ദനാനീരി വആഖുദു ബിദ്ദറാഹിം. ദറാഹിമാണോ ബിദ്ദറാഹിമാണോ? ദറാഹിമി എന്നല്ല വേണ്ട. അലിഫ്ലാം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ദറാഹിമി എന്ന് തന്നെ പറയണം. ആഖുദു ദറാഹിമ. ഓക്കെ, അത് ശരിയാണ്. അപ്പോൾ ദറാഹിമ ഫഅബീഉ ബിദ്ദനാനീരി വആഖുദു ദറാഹിമ വഅബീഉ ബിദ്ദറാഹിമി വആഖുദു ദനാനീറ ആഖുദു ഹാദാ മിൻ ഹാദാ വഉതി ഹാദാ മിൻ ഹാദാ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖുദു മിൻ ഹാദിഹി വഉതി മിൻ ഹാദിഹി. അങ്ങനെയാണ്. ആകെപ്പാട് കുഴഞ്ഞല്ല. നിങ്ങൾ നാസർ പുസ്തകം തുറക്കി, നിങ്ങൾക്ക് തന്നെ ഇഖ്തിലാഫായല്ലോ. ഹാദിഹി മിൻ ഹാദാ അതിലും അങ്ങനെ തന്നെ. ആഖുദു ഹാദിഹി ഹാദാ മിൻ ഹാദിഹി. ഓക്കെ, എൻ്റെ നുസ്ഖയിൽ അത് ഇങ്ങനെയല്ലാതെ വഉതി ഹാദിഹി മിൻ ഹാദാ. ഓക്കെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ബഅസ് അൻ തഅഖുദഹാ ബിസഅരി യൗമിഹാ മാ ലം തഫ്തരിഖാ വബൈനകുമാ ഷൈ. മാ ലം തഫ്തരിഖ അല്ലെങ്കിൽ മാ ലം തതഫറഖ വബൈനകുമാ ഷൈ. റവാഹുൽ ഖംസ വസഹഹഹു അൽ ഹാക്കിം. തയ്യിബ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, ഖുൽതു ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ, ഇന്നി അബീഉൽ ഇബിൽ ഞാൻ ഒട്ടകങ്ങളെ വിൽക്കും, ബിൽ ബഖീ എവിടെ? ബഖീൽ. ഫഅബീഉ ബിദ്ദനാനീർ ഞാൻ ഒട്ടകങ്ങളെ ദീനാറുകൾക്ക് വിൽക്കും. വആഖുദു ദറാഹിം ദീനാറുകൾക്ക് വിറ്റിട്ട് ഞാൻ എന്ത് ചെയ്യും? ദീനാറല്ല വാങ്ങുക, ഞാൻ ആളുകളിൽ നിന്ന് ദിർഹമുകളാണ് വാങ്ങുക. വഅബീഉ ബിദ്ദറാഹിം ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ദിർഹമുകൾക്ക് ഒട്ടകങ്ങളെ വിൽക്കും. വആഖുദു ദനാനീർ പക്ഷേ കസ്റ്റമറിൽ നിന്ന് ഞാൻ എന്താ വാങ്ങുക? ദിർഹമിനാണ് വിറ്റതെങ്കിലും ദീനാറുകളാണ് വാങ്ങുക. ആഖുദു ഹാദാ മിൻ ഹാദിഹി വഉതി ഹാദിഹി മിൻ ഹാദാ. അതായത് ഞാൻ പിന്നെ നേരെ തിരിച്ചും ചെയ്യും. അതായത് ദിർഹമിന് വിൽക്കും, ദീനാറ് വാങ്ങും. ദീനാറ് വിൽക്കും, ദിർഹമുകൾ വാങ്ങും. അതാണ് ആഖുദു ഹാദാ മിൻ ഹാദിഹി വഉതി ഹാദിഹി മിൻ ഹാദാ. ഞാനങ്ങനെ കൊള്ളാറുമുണ്ട്, ഞാനങ്ങനെ കൊടുക്കാറുമുണ്ട്. ആ പ്രയോഗമാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ബഅസ് എന്താ അങ്ങനെ കൊള്ളുന്നതിന് കുഴപ്പമില്ല. ദീനാറുകൾക്ക് കച്ചവടം ഉറപ്പിച്ച് എന്നിട്ട് അതിന് ദീനാറിന് പകരം ദിർഹം വാങ്ങുന്നതിൽ പ്രശ്നമല്ല. പക്ഷേ അൻ തഅഖുദഹാ ബിസഅരി യൗമിഹാ എന്ന് പറഞ്ഞാൽ എന്താ? ആ ദിവസത്തിൻ്റെ റേറ്റ് ഉണ്ടല്ലോ, അതാണ്. ആ ദിവസത്തിൻ്റെ റേറ്റിലായിരിക്കണം നീ എന്ത് ചെയ്യേണ്ടത്? അത് വാങ്ങേണ്ടത്. ദീനാറിന് പകരം ദിർഹമോ വാങ്ങുന്നത്. മാലം തഫ്തരിക്ക നിങ്ങൾ രണ്ടാളും മാലം തഫറക്ക അല്ലെങ്കിൽ മാലം തഫ്തരിക്ക സദസ്സ് പിരിയാത്ത കാലത്തോളം. വബൈനകുമാ ഷൈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് പിരിയാത്ത കാലത്തോളം നിങ്ങൾക്കിടയിൽ എന്തുണ്ടാകാൻ പാടുള്ളതല്ല? മിച്ചമൊന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് ഞാനൊന്നുകൂടെ അതിൻ്റെ സൂറത്ത് പറയാം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ബഖീൽ എന്ത് ചെയ്യും? ഒട്ടകത്തിൻ്റെ കച്ചവടം നടത്തും. അന്ന് ആദ്യം ബഖീ ഖബർസ്ഥാൻ ഉണ്ടല്ലോ, അവിടെ ഒട്ടകച്ചന്തയായിരുന്നു. പിന്നെയാണ് അതെന്തായത് ഖബർസ്ഥാനായിട്ട് മാറിയത്. പിന്നെ ഇന്ന് കാണുന്ന വൈപുല്യം അന്ന് ബഖീനില്ല. അപ്പോൾ അവിടെ ഒട്ടക കച്ചവടം അവിടെ വെച്ചായിരുന്നു നടത്തിയിരുന്നത്. ഒട്ടകച്ചന്ത അവിടെയായിരുന്നു. അതാണ് ഇന്നി അബീഉൽ ഇബ്ല ബിൽ ബഖീൽ ഞാൻ ഒട്ടകങ്ങളെ വിൽക്കും. എങ്ങനെ വിൽക്കുക? ഫഅബീഉ ബിദ്ദനാനീർ വആഖുദു ദറാഹിം ദീനാറുകൾക്ക് കച്ചവടം ഇറക്കും. ദീനാറും ദിർഹം തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ദീനാർ 10 ദിർഹമാണ്. എന്തുകൊണ്ടാണ് ഒരു ദീനാർ 10 ദിർഹമാണ്? ഈ ദീനാർ എന്താണ്? സ്വർണ്ണ നാണയമാണ്. ദിർഹം എന്താണ്? വെള്ളി നാണയമാണ്. അപ്പോൾ വെള്ളി നാണയം
ദീനാർ അതിൽ കച്ചവടം ഉറപ്പിക്കും. പക്ഷേ കസ്റ്റമറിൽ നിന്ന് ഞാൻ വാങ്ങൽ എന്താണ്? അതിന് പകരം ദിർഹമാണ്. എന്ന് പറഞ്ഞാൽ 10 ദീനാറിനാണ് ഒരു ഒട്ടകത്തെ കച്ചവടം ഉറപ്പിച്ചതെങ്കിൽ ഞാൻ എത്ര വാങ്ങുക കസ്റ്റമറിൽ നിന്ന്? 100 ദിർഹമാണ്. ദീനാറിന് പകരം ദിർഹമാണ് വാങ്ങുക. അബീ ഉബിദ്ദറാഹിം, അതേപോലെ ഞാൻ ദിർഹമിന് കച്ചവടം ഉറപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ദിർഹമിന് കച്ചവടം ഉറപ്പിക്കും. ആഖുദു ദനാരീർ, പകരം ഞാൻ എന്താ വാങ്ങുക? 10 ദീനാറാണ്. ആഖുദു ഹാദ മിൻ ഹാദിഹി വഉതി ഹാദിഹി മിൻ ഹാദ, ഇത് ഞാൻ പിന്നെ ഈ ദനാനീർ പിന്നെ ദിർഹമുകൾ വാങ്ങും, എന്നിട്ട് ദീനാറിൽ നിന്ന് ദിർഹമുകൾ വാങ്ങും. അതേപോലെ തന്നെ ഞാൻ പിന്നെ നൽകുമ്പോൾ ദീനാറിന് പകരം ദിർഹം നൽകുകയും ചെയ്യും. ഹാദിഹി ഹാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീനാറ് ദിർഹം എന്നുള്ള ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്യും? കച്ചവടം ഉറപ്പിക്കുമ്പോൾ ദീനാറിന് ഉറപ്പിക്കും, പക്ഷേ കസ്റ്റമറിൽ നിന്ന് വാങ്ങുമ്പോൾ എന്ത് ചെയ്യും? ദിർഹം വാങ്ങും. അതേപോലെ തന്നെ ചിലപ്പോൾ ദിർഹമിന് ഉറപ്പിക്കും, ദീനാറ് കസ്റ്റമറിൽ നിന്ന് നാണയമായിട്ട് കാശായിട്ട് വാങ്ങും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറഞ്ഞപ്പോൾ ലാ ബഅസ്, റസൂലുള്ളാഹി കുഴപ്പമില്ല, അങ്ങനെ കച്ചവടം ചെയ്യാം. പക്ഷേ അൻ തഖുദഹാ ബിസഅരി യൗമിഹാ, ദീനാറും ദിർഹമും കൈമാറ്റം ചെയ്യുമ്പോൾ മനസ്സിലായില്ലേ എങ്ങനെ കച്ചവടം ചെയ്യേണ്ടത്? ദീനാറിന് കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട്, ദിർഹമാണ് കൊടുക്കുന്നത് എങ്കിൽ ദീനാറും ദിർഹമും ഒരേ ദിവസമായിരിക്കണം ചെയ്യേണ്ടത്, ഒരേ ടൈമിലായിരിക്കണം ചെയ്യേണ്ടത്, കൈമാറ്റം ചെയ്യേണ്ടതാണ്. അൻ തഖുദഹാ ബിസഅരി യൗമിഹാ, ആ ദിവസത്തിലെ റേറ്റ് ഉണ്ടല്ലോ അതിനനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് പിന്നെ സ്വീകരിക്കേണ്ടത്. അതും മാലം തഫ്തരിക മാലം തഫറക, സദസ്സ് പിരിയാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീനാറും ദിർഹമും ഉണ്ടല്ലോ അതിൻ്റെ കൈമാറ്റത്തിൽ കയ്യോട് കയ്യായിരിക്കണം. കയ്യോട് കയ്യായിരിക്കണം. ബൈനക്കുമാശൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല 100 ദിർഹമിന് കച്ചവടം ഉറപ്പിച്ച് 10 ദീനാറാണ് വാങ്ങുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? ആ 10 ദീനാറ് കൃത്യമായിട്ടും അപ്പം വാങ്ങണം. എന്ത് ചെയ്യാൻ പാടില്ല? 9 ദീനാർ ഇപ്പോൾ തരാം, നാളെ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് 1 ദീനാർ തരാം, അങ്ങനെ പാടുള്ളതല്ല. ഒന്നും ശേഷിക്കാത്ത വിധം, ബൈനക്കുമാശൈ ഒന്നും ശേഷിക്കാത്ത വിധം നിങ്ങൾ ആ സദസ്സ് പിരിയുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ആ ദിവസത്തിലെ റേറ്റ് സ്വീകരിച്ചു കൊണ്ടാണ് എങ്കിൽ ലബസ്, കുഴപ്പമില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഇപ്പോൾ ഈ കറൻസികളുടെ കൈമാറ്റം ഉണ്ടല്ലോ അത് നൂലളവിലും കയ്യോട് കയ്യുമായിരിക്കണം. പിന്നെ ഒരിക്കലും ഇന്ന് ദീനാർ കൊടുത്തിട്ട് നാളെ ദിർഹം വാങ്ങാൻ പാടുള്ളതല്ല, അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വാങ്ങാനും പാടുള്ളതല്ല. പിന്നെ എന്ത് ചെയ്യണം? അത് കയ്യോട് കയ്യായിരിക്കണം. അപ്പോൾ ഇവിടെ ദീനാറിന് കച്ചവടം ഉറപ്പിച്ച് അതിന് പകരം ദിർഹമാണ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷെ എന്താണ് വേണ്ടത്? അപ്പം തന്നെ കൊടുക്കണം. ആ ടൈമിലെ റേറ്റ് ഇപ്പോൾ പിന്നെ ഒരു ദീനാറിന് 10 ദിർഹമാണ് എങ്കിൽ ഇല്ല, ഇന്നത്തെ റേറ്റ് ഇതാണ് എങ്കിൽ ആ റേറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്? അത് കൈമാറ്റം ചെയ്യേണ്ടത്. പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ദീനാറിന് പകരം ദിർഹം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. പക്ഷെ എന്തായിരിക്കണം? അത് ഓൺ ദ സ്പോട്ട് അപ്പം തന്നെ അതിന് കച്ചവടം നടക്കണം. ഇത് പിന്നെ കറൻസികളുടെ മൊത്തം വിഷയമാണ്. കറൻസികൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഇപ്പോൾ ദീനാറുകളും ദിർഹമുകളും ഇവിടെ പറഞ്ഞത് എന്താ? അതാണ് അന്നത്തെ എന്ത് കറൻസി. അപ്പോൾ പിന്നെ ഇന്ന് രൂപയാകട്ടെ, റിയാലാകട്ടെ, ഡോളറാകട്ടെ, അതൊക്കെ സ്വയം മൂല്യമുള്ള കറൻസികളാണ്. അതുകൊണ്ട് ഈ കറൻസികളൊക്കെ കൈമാറ്റം ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ച് അതിന് പകരം ഡോളറാണ് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കാം. പക്ഷെ എന്തായിരിക്കണം? ഇന്നത്തെ റേറ്റ് ആയിരിക്കണം. പിന്നെ എന്തായിരിക്കണം? കയ്യോട് കയ്യായിരിക്കണം. 100 റുപ്യ കുറഞ്ഞു പോയല്ലോ, നാളെ തരാം, അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെയോ അപ്പം തന്നെ എന്ത് ചെയ്യണം? കൈമാറ്റം ചെയ്യണം. ഇല്ലെങ്കിൽ പലിശയാണ്. നാണയങ്ങളുമായിട്ട് കൈമാറ്റം ചെയ്യുമ്പോൾ കയ്യോട് കയ്യായിരിക്കണം. അതില്ല എങ്കിൽ അത് പലിശയാണ്. പിന്നെ ഇത് പിന്നെ കാശിന് റേറ്റ് വ്യത്യാസം വരില്ലേ? അപ്പോൾ അത് പലിശ ആവും. ഒരേ അനുപാതത്തിലായിരിക്കണം. അത് ദഹബ് ബിദ്ദഹബി വൽഫിദ്ദത്തു ബിൽഫിദ്ദ, സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ വെള്ളിയും കൈമാറ്റം ചെയ്യുമ്പോൾ അത് കറൻസികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് അത് പിന്നെ നൂലളവ് തുല്യമായിരിക്കണം. അതേപോലെ കയ്യോട് കയ്യുമായിരിക്കണം. പിന്നെ അതിൻ്റെ റേറ്റ് അതാണ് എങ്കിൽ ഏറെയാണെങ്കിൽ അത് പലിശയാണ്, പാടുള്ളതല്ല. തുല്യമായിരിക്കണം. കറൻസി ആയിട്ടാകുമ്പോൾ അത് പിന്നെ ഇതായിരിക്കും,
ഒരേ പോലെ ആയിരിക്കണം. അത് പിന്നെ ഇതിലെന്ത് ചെയ്യണം, പിന്നെ കയ്യോട് കയ്യും ആയിരിക്കണം. മൂല്യം അത് പാടില്ല, പലിശയാണത്. 500 രൂപ അത് പലിശയാണ്. അതുകൊണ്ടാണ് ഇടപാട് രംഗത്ത് വളരെയധികം കൃത്രിമത്വങ്ങൾ വ്യാപകമാണ്. അല്ലാഹുൽ മുസ്തആൻ. പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ഉമർ സൂക്കിലൂടെ നടക്കും. എന്നിട്ട് ഉമർ ആളുകളോട് കച്ചവടം ചെയ്യുന്നവരോട് ചോദിക്കും, പിന്നെ പലിശൻ്റെ വിധി ചോദിക്കും. അതേപോലെ കച്ചവടം, ഈ പേര് പറഞ്ഞിട്ട് കച്ചവടത്തിൻ്റെ ഹുക്കുമുകൾ ചോദിക്കും. എന്നിട്ട് അറിയാത്തവർ, ഈ ഹുക്കുമുകൾ അറിയാത്തവരാണ് കച്ചവടം ചെയ്യുന്നതെങ്കിൽ അവരെ മാർക്കറ്റിൽ നിന്ന് പുറത്താക്കും. എന്നിട്ട് ഉമർ പറയും, നീ കാരണത്താൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മഴ പെയ്യാതിരിക്കാൻ പാടില്ല. കാരണം എന്താ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, മഴ തടയും. അപ്പോൾ നീ കാരണത്താൽ ഞങ്ങൾക്ക് മഴ കിട്ടാതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നീ മാർക്കറ്റിൽ നിന്ന് അത്തരക്കാരെ പുറത്താക്കുമായിരുന്നു എന്നാണ് ഉമർ. കാരണം ഇത് പിന്നെ ഈ മതവിധികൾ അറിയേണ്ടുന്നതിൻ്റെ അനിവാര്യതയാണ്. പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതേപോലെ പറഞ്ഞില്ലേ ഒരു മസാല, പിന്നെ സാധനം വാങ്ങി കൊടുത്തിട്ട് വിൽക്കാൻ പാടില്ല എന്നുള്ള മസാല. അതിൽ ഇപ്പോൾ നക്കല് ചെയ്യാൻ പറ്റിയ വസ്തുക്കളാണ് ഒരു സ്ഥലത്ത് വിൽക്കുന്നത് എങ്കിൽ ആ സാധനം നക്കല് ചെയ്യുന്ന വേണം. നക്കല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റിയിട്ടിട്ട് ഉടമപ്പെടുത്തിയിട്ട് പൂർണ്ണമായിട്ട് മാറ്റിയിടണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അത് വിൽക്കേണ്ടതെന്നാണ്. ആ വാങ്ങിയെടുത്തിട്ട് വിൽക്കാൻ പാടില്ല ഏത് സാധനമാണ്. ഇപ്പോൾ ഒരു വീടൊക്കെ ആണെങ്കിൽ വാങ്ങിയെടുത്ത് മാറ്റിയിടാൻ പറ്റില്ല, മനസ്സിലായി, അത് അവിടെ തന്നെ അതിൻ്റെ കച്ചവടം നടക്കണം. അതേസമയം പിന്നെ നക്കല് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ഷോറൂമിൽ ചെന്നിട്ട് ഒരു കാർ എടുക്കുകയാണെങ്കിൽ ആ കാറ് വാങ്ങിയിട്ട് അവിടെ ഇട്ട് വിൽക്കാൻ പാടില്ല. എന്ത് ചെയ്യണം, അതിൻ്റെ ചാവി സ്ഥിലാമ് ചെയ്ത് എന്ത് ചെയ്യണം, ആ കാറിനെ നമ്മുടെ ഉടമസ്ഥതയിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിൽക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെയാണ് എല്ലാ വസ്തുക്കളും, നക്കല് ചെയ്യാവുന്ന വസ്തുക്കളെല്ലാം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നക്കല് ചെയ്തിട്ടാണ് വിൽക്കേണ്ടത്. അതിൽ പെട്ടത് തന്നെയാണ് കഴിഞ്ഞ ഉറപ്പ് മത്സ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ അതിലാണ്. എന്ത് ചെയ്യണം, നമ്മുടെ ഹൗസത്തിലേക്ക് അതിനെ നമ്മൾ വാങ്ങിയിട്ട് നമ്മുടെ ഹൗസത്തിലേക്ക് മാറ്റി നമ്മുടെ കീഴിലേക്ക് അതിനെ മാറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിൽപ്പന നടത്താൻ പാടുള്ളൂ എന്നാണ് അതിൽ പണ്ഡിതന്മാർ ഉണർത്തിയത്. അത് അതിനിപ്പോൾ സംബന്ധം ശരിയാണ്, മാർക്കറ്റിൽ ഇതല്ലാത്ത രീതിയിൽ പലതും കാണുന്നുണ്ട്. അതൊക്കെ പലതും എന്തല്ല ദീൻ പറഞ്ഞ രീതിയിലല്ല എന്നുള്ളതാണ് വസ്തുത. അടുത്ത ഹദീസ് ഇബ്നു ഉമറിനല്ലേ. وعن ابن عمر رضي الله تعالى عنهما قال نهى رسول الله صلى الله عليه وسلم عن النجش متفق عليه അല്ലേ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയാണ്, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. അനി നജിഷ് എന്ന് പറഞ്ഞാൽ ഹദീസിൽ കാണാൻ റസൂലുള്ള പറഞ്ഞു വലാ തനാജഷു. എന്താ വലാ തനാജഷു? സാധനം വാങ്ങാൻ താല്പര്യമില്ലാത്ത ഒരാൾ, സാധനം വാങ്ങാൻ ആൾക്ക് ഉദ്ദേശമില്ല, പക്ഷേ അയാൾ വില ഏറ്റി പറയും. എന്തിന്? കസ്റ്റമറെ പറ്റിക്കാൻ. സാധനം വാങ്ങാൻ ഉദ്ദേശമില്ലാതെ സാധനത്തിന് വില ഏറ്റി പറയുകയും അങ്ങനെ കസ്റ്റമറെ പറ്റിക്കുകയും ചെയ്യുന്ന ഏർപ്പാടിനാണ് എന്താ പറയുക, നജിഷ് എന്ന് പറയാം. നജിഷ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വലാ തനാജഷു, നിങ്ങൾ അന്യോന്യം സാധനം വാങ്ങാൻ ഉദ്ദേശമില്ലാതെ വില കയറ്റി പറയരുത്. അതാണ് നജിഷ്. വാങ്ങാൻ ഉദ്ദേശമില്ലാതെ മറ്റുള്ളവരെ പറ്റിക്കുക, ഇതിൽ മറ്റവനെ ചതിക്കുക എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഈ ഉടമയ്ക്ക് വേണ്ടിയിട്ട്. അത് പാടുള്ളതല്ല നജിഷ്. കച്ചവടം സാധനം വാങ്ങാൻ ഉദ്ദേശമില്ലാതെ സാധനത്തിന് വില കയറാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട്. വഅൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ മുഹാഖലതി വൽ മുസാബനതി വൽ മുഖാബറതി വഅനി സുന്യ ഇല്ല. അവിടെ ഒരു ഇസ്തിസ്നല്ലേ, ഇല്ല റവാഹുൽ ഖംസ ഇല്ല ഇബ്നു മാജ. അവിടെ ഒരു ഇച്ചിരി വിട്ടുപോയിട്ടുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹ വിരോധിച്ചു, അനിൽ മുഹാഖല. മുഹാഖല ഇതൊക്കെ ജാഹിലിയത്തിലെ കച്ചവടങ്ങളാണ്. മുഹാഖല എന്ന് പറഞ്ഞാൽ ഒരാൾ കൃഷിഭൂമിയുടെ അടുക്കൽ വരിക, അയാളടുത്ത് കുറച്ച് ധാന്യമുണ്ട്, ആ ധാന്യം അത് നൽകിയിട്ട് കൃഷിഭൂമിയിലുണ്ടല്ലോ വിളഞ്ഞു നിൽക്കുന്ന ധാന്യം, അതായിട്ട് കൈമാറ്റം.
അതായത് ഇയാളുടെ അടുത്ത് കുറച്ച് ധാന്യമുണ്ട്, അത് തരാം എന്ന വ്യവസ്ഥയിൽ എന്ത് ചെയ്യുക, പിന്നെ ഇത് വാങ്ങുന്ന ആളുണ്ടല്ലോ അയാളുടെ കൃഷിഭൂമിയിലെ ധാന്യം, വിളഞ്ഞു നിൽക്കുന്ന ധാന്യം അതായിട്ട് മാറ്റക്കച്ചവടം, കൈമാറ്റ കച്ചവടം, അതിനാണ് മുഹാക്കല എന്ന് പറയാം. അതെന്തിനാപ്പോൾ അത് ചെയ്യണേ? ഒന്ന് വിളഞ്ഞ നെല്ല്, ഉദാഹരണത്തിന് നെല്ലാണെങ്കിൽ വിളഞ്ഞ നെല്ല് കിട്ടാൻ, അല്ലെങ്കിൽ ഇയാളുടെ അടുത്തുള്ള നെല്ല് പിന്നെ ഏതെങ്കിലും ആയിരിക്കും, മനസ്സിലായി. ഇപ്പോൾ ചിലപ്പോൾ തവളക്കണ്ണനായിരിക്കും, അയാൾക്ക് വേണ്ടത് വേറെ റോക്കറ്റോ മറ്റേതെന്തെങ്കിലും ആയിരിക്കും. ശരി, ഏതായാലും പിന്നെ കയ്യിൽ ഉള്ള ധാന്യം അത് നൽകിയിട്ട് വിളഞ്ഞു നിൽക്കുന്ന ധാന്യം അത് കൈമാറ്റം ചെയ്യുക. എന്തായാലും പ്രശ്നം എന്താ? അല്ല, എന്തുകൊണ്ടാണ് അത് വിരോധിച്ച്? പഴയതും പുതിയത് ഇയാളുടെ അല്ലേ ഷറ? എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, ഈ ധാന്യം ഇത് നിർണിതാണ്. ഇതിപ്പോൾ ഒരു പറയുകയാണെങ്കിൽ ഒരു പറയാണ്, പക്ഷെ ആ വിളഞ്ഞു നിൽക്കണത് എത്ര ഉണ്ടാവും അതറിയില്ല, മനസ്സിലല്ലേ. കൊയ്ത് മെതിച്ച് അത് പിന്നെ ഇതേപോലെ തുല്യ അളവാക്കണം, മനസ്സിലല്ലേ. അപ്പോൾ അത് എത്രയെന്നറിയില്ല. മാത്രമല്ല ഇയാൾ കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ഈ കൊയ്തെടുത്ത് ഉണ്ട് എങ്കിൽ എന്തായി, ഒരേ വർഗ്ഗമാണ് ധാന്യം, അത് വെച്ച് കൈകച്ചവടം ചെയ്യുമ്പോൾ നൂലളവായിരിക്കണം, മനസ്സിലായി. ആ നൂലളവ് ഉണ്ടാവില്ല, ഏറ്റക്കുറച്ചിൽ വരും. പിന്നെ കയ്യോട് കയ്യായിരിക്കണം, അത് കയ്യോട് കയ്യാവണമില്ല. തയ്യും മുഹാക്കല. മുസാബന എന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നെ ഇത് ധാന്യ ഉണ്ടല്ല, മുഹാക്കല ഹക്കിൽ അത് വയലായിട്ട് ബന്ധപ്പെട്ടതാണ്. മുസാബന എന്ന് പറഞ്ഞാൽ അത് കാരക്കയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഫ്രഷ് കാരക്ക ഉണ്ടല്ലോ അത് കൊണ്ടുവരും, എന്നിട്ട് മരത്തിന്മേൽ നിൽക്കുന്ന കാരക്ക ഉണ്ടല്ലോ അതായിട്ട് മാറ്റക്കച്ചവടം, അതാണ് മുസാബന. വീട്ടിൽ പഴയ കാരക്ക ഉണ്ടല്ലോ, ആ പഴയ കാരക്ക കൊണ്ടുവന്നിട്ട് വെക്കും, എന്നിട്ട് കാരക്ക തോട്ടത്തിൻ്റെ ഉടമേനോടായിട്ട് കച്ചവടം. അയാളുടെ കാരക്ക എവിടെയുള്ളത്? മരത്തുമേലുള്ളത്. അപ്പോൾ മരത്തുമുള്ള കാരക്കനെ ഇയാളെ കയ്യിലുള്ള കാരക്കയായിട്ട് മാറ്റക്കച്ചവടം, അതിനാണ് മുസാബന എന്ന് പറയാം. അത് ജാഹിലിയത്തിലുണ്ടായിരുന്നു, ഇസ്ലാം അത് വിരോധിച്ചു. മുസാബന എന്നതിന് പേരിടാൻ തന്നെ കാരണം എന്താ അറിയോ? മുസാബനയ്ക്ക് യുദ്ധം നടത്തുന്നുണ്ട്, അതിൻ്റെ പേരിൽ കലാപമായിരുന്നു. കാരണം എന്താ, ഇതായിട്ട് കച്ചവടം ഉറപ്പിക്കും, പിന്നെ ഇത് വാങ്ങി ഇത് താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട് എങ്കിൽ എന്തായി, അത് കൂടുതലായിരിക്കും, പിന്നെ വലിയ വിഷയമായിരിക്കും, പ്രശ്നമായിരിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു വൽ മുഖാബറ. മുഖാബറ എന്ന് പറഞ്ഞാൽ അതൊരു തരം പാട്ടാണ്. പാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാട്ടക്കച്ചവടത്തിൻ്റെ പ്രത്യേകത പിന്നെ ഒരു കൃഷിഭൂമി, ആ കൃഷിഭൂമിയിൽ ഒരു നിർണിത സ്ഥലം കാണിച്ചിട്ട് ഈ സ്ഥലത്ത് വിളയുന്ന വിളക്ക് പകരം ഞാൻ ഈ തോട്ടം നിനക്ക് കൃഷിക്ക് തന്നിരിക്കുന്നു എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു തോട്ടം, ആ തോട്ടത്തിൽ ചിലപ്പം പാറയുള്ളോടുണ്ടാവും, പാറയില്ലാത്തോടുണ്ടാവും, ചിലപ്പോൾ എപ്പോഴും പിന്നെ വെള്ളം കിട്ടുന്ന സ്ഥലം ഉണ്ടാവും. നമ്മൾ മലപ്പുറത്ത് അറിയും ചീതുള്ള സ്ഥലം എന്നറിയും, എന്താണ് പിന്നെ എപ്പോഴും അവിടെ നല്ല വിളയായിരിക്കും. അപ്പോൾ ഭൂമി പാട്ടത്തിന് കൊടുക്കുമ്പോൾ ഈ പിന്നെ വെള്ളമുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ഈ പാറല്ലാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ ഈ തോടിനരികിലുള്ള ഭാഗത്ത് വിളയുന്ന എന്ത് ചെയ്യണം, വിള എനിക്ക് തരണം. ആ വ്യവസ്ഥയിൽ പാട്ടത്തിന് കൊടുക്കണേനാണ് എന്താ പറയുക, മുഖാബറ എന്ന് പറയാം. അത് വിരോധിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ. വാനി സുന്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരു ആട്ടിൻപറ്റുണ്ട്, ഉദാഹരണത്തിന് 10 ആടുകൾ അല്ലെങ്കിൽ 20 ആടുകൾ ആട്ടിൻപറ്റം. ഒരാൾ പറയാണ് ഇതിൽ 2 ആട് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നിനക്ക് ഞാൻ വിറ്റിരിക്കുന്നു എന്ന് പറയാം. 2 ആട് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഞാൻ നിനക്ക് വിറ്റിരിക്കുന്നു എന്ന് പറയാം. ഏതാ 2 ആട്? അതേതാണെന്നറിയില്ല. 2 ആട് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ വിറ്റിരിക്കുന്നു എന്ന് പറയാം. അതാണ് ആ കച്ചവടത്തിനാണ് സുന്യ എന്ന് പറയാം, ബൈ സുന്യ. പക്ഷേ ഇല്ലാൻ തോലം, എന്താ ഇല്ലാൻ തോലം? ആ 2 അറിയപ്പെട്ടാലല്ലാതെ, 2 എന്നുള്ളത് ഞാനിപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാണ്, ആ പിന്നെ ഒഴിവാക്കി പറയുന്നത് അറിയപ്പെട്ടാലല്ലാതെ എന്ന് പറഞ്ഞാൽ 10 ആടിൽ അല്ലെങ്കിൽ 20 ആടിൽ 2 കണ്ട് മാറ്റി നിർത്തിയിട്ട് ഈ 2 ആടുകൾ ഒഴിച്ച്, അല്ലെങ്കിൽ 20 ആടുകളിലൊക്കെ കറുത്ത രോമമുള്ള ആടുകളാണ്, പക്ഷേ 2 ആടുകൾ അല്ലെങ്കിൽ 5 ആടയിൽ വെള്ള ആടുകളുണ്ട്, ആ വെള്ള ആടുകൾ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഞാൻ നിനക്ക് വിറ്റിരിക്കുന്നു, അങ്ങനെയൊന്നും പ്രശ്നമല്ല. മനസ്സിലാ? അതാണ് ഇല്ലാൻ തോളം, ആ ഒഴിവാക്കി പറയുന്നത് അറിയപ്പെട്ടാലല്ലാതെ.
സുന്യ കച്ചവടം, അതേപോലെ മുഖാബറ, മുസാബന, മുഹാഖല, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരിക്കുന്നു. റവാഹുൽ ഖംസ ഇല്ല ഇബ്നു മാജ. ഇബ്നു മാജ വെച്ച് അസാബുൽ ഖംസ ആരൊക്കെയാണ് അവർ? അബൂദാവൂദ്, തുർമുദി, നസായി, ഇമാം അഹ്മദ് അല്ലേ. സഹഹു വസഹഹു അത്തുർമുദി. ഇമാം തുർമുദി അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ ഹദീസിനെ. അടുത്ത ഹദീസ് وعن أنس بن مالك رضي الله عنه قال نهى رسول الله صلى الله عليه وسلم عن المحاقلة والمخاضرة والملامسة والمنابذة والمزابنة. حديث ബുഖാരിൻ്റെ ലഫ്ളാത് റവാൽ ബുഖാരി, പിന്നെന്താ റവാഹുൽ ബുഖാരി. അനസിൻ്റെ ഈ ഹദീസ്, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. അനിൽ മുഹാഖല. മുഹാഖല എന്താ? ഈ മുഹാഖല വന്ന് അതെന്താണ് ചോദിച്ചേ? അതെ, നമ്മളടുത്ത് കൊയ്തെടുത്ത് മെതിച്ച ധാന്യം, അത് വിളഞ്ഞു നിൽക്കുന്ന ധാന്യമായിട്ടുള്ള കച്ചവടം. മുഖാദറ വന്നിട്ടില്ലല്ലേ? ഇല്ല. മുഖാദറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഫലങ്ങൾ അതിൻ്റെ ഈ കബല ബുദുവി സലാഹിഹ എന്ന് പറയും, അതിൻ്റെ കേട് തീരണ അവസ്ഥ ഉണ്ടല്ലോ, പഴങ്ങൾ പാകമാകുന്നതിന് മുമ്പുള്ള കച്ചവടം. പാകമാകുന്നതിന് മുമ്പുള്ള കച്ചവടം ഖബല ബുദുവി സലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പിന്നെ ഈ ഇപ്പം കാരക്ക ആകട്ടെ, കശുവണ്ടി ആകട്ടെ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ പിന്നെ മൂപ്പത്തണീന് മുമ്പ്, അതന്നെ പാകമാകുന്നതിന് മുമ്പുള്ള കച്ചവടം ഉണ്ടല്ലോ. കാരണം എപ്പോഴും അതിനൊരു പിന്നെ കേടുവരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കശുവണ്ടിയൊക്കെ വെറുതെ ഒന്ന് മഴ പിന്നെ കശുവണ്ടി ആയിട്ടുണ്ടാവില്ല, പൂവിട്ടിട്ട് കുറച്ച് എപ്പോഴത്തേക്ക് മഴ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ കരിഞ്ഞു പോകണതൊക്കെ അല്ലേ ആ അവസ്ഥയിൽ കച്ചവടം ചെയ്യാൻ പാടില്ലതല്ല. അതേസമയം കശുവണ്ടി ആണെങ്കിൽ അതൊരു ഉറക്കണ ടൈമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈത്തപ്പഴമാണ് എങ്കിൽ ഈത്തപ്പഴം ഒരു റുത്തബാണ്, ആ ഉണ്ടല്ലോ, ആ ടൈമിൽ അതിന് മുമ്പുള്ള കച്ചവടമാണ് മുഖാദറ. പിന്നെ പാട്ടത്തിനെടുക്കുമ്പോഴൊക്കെ ഇതാണ് വേണ്ടത്. എന്ത് പിന്നെ ഇപ്പോൾ ഈ ബുദൂവ് സ്വലാഹ് ഉണ്ടല്ലോ, ഒരു പിന്നെ നാണ്യവിളയാകട്ടെ അല്ലെങ്കിൽ ഇനി ധാന്യവിളയാകട്ടെ, അതിൻ്റെ ബുദൂവ് സലാഹിന് ശേഷമായിരിക്കണം അതിൽ ഇടപാട്. ബുദൂവ് സലാഹ് എന്ന് പറഞ്ഞെങ്കിൽ സാധാരണഗതിയിൽ കേടുവരാതെ വിള നമുക്ക് ലഭിക്കുന്ന ആ പ്രായം, അത് ഓരോ വിളകൾക്കും വ്യത്യസ്തമായിരിക്കും അതല്ലേ. അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ? കച്ചവടം പാടുള്ളൂ. അതിന് മുമ്പ് കച്ചവടം പാടുള്ളതല്ല. ഇതിൽ വേറെ ഹദീസ് തന്നെ ഉണ്ട്, സഹിഹായ ഹദീസ് തന്നെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുവേള നമുക്ക് വരികയായിരിക്കും. പിന്നെ ഈ ധാന്യങ്ങളും അതേപോലെ തന്നെ നാണ്യവിളകളൊക്കെ അതിൻ്റെ ബുദുവ് സലാഹിന് മുമ്പ് വിൽക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. കാരണം അത് കൂടുതൽ എന്താണ്, ഈ സാധനങ്ങൾ കേടുവരാനും കൊണ്ടവർ നഷ്ടത്തിലാകാനും സാധ്യതയുള്ള ഇതാണ്. അതാണ് ഇപ്പോൾ മുഖാദറ. യേശ് പിന്നെ പാട്ടം നടത്തണമെങ്കിലുണ്ടല്ലോ, പാട്ടം ഉണ്ട്. ഇപ്പോൾ ഇസ്ലാമിൽ മുസാറാത്തും മുസാഖാത്തും അനുവദിച്ചിട്ടുണ്ട്. മുസാറാത്ത് എന്ന് പറഞ്ഞെങ്കിൽ അതാണ് പാട്ടം ശരിക്ക്. അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിഭൂമി നൽകും, വിത്തും നൽകും. കൃഷിഭൂമി നൽകും, വിത്തും നൽകും. എന്നിട്ട് പിന്നെ വിളയുടെ ഒരു നിശ്ചിത വിഹിതം പറഞ്ഞിട്ടായിരിക്കും അതിലെന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. ഒരാൾക്ക് കൃഷിഭൂമി നൽകും, വിത്തും നൽകും. എന്നിട്ട് വിള ഇറക്കാൻ അയാൾ എന്ത് ചെയ്യണം? കൃഷി നില ഉഴുത് വിള ഇറക്കി വളക്കെട്ട് ഇതാക്കണം. ആര്? ഈ സാധനം വാങ്ങിയ ആൾ. എന്നിട്ട് വിള എടുക്കുമ്പോൾ ആ വിളയുടെ നിശ്ചിത വിഹിതം അതാണ് പാട്ടം. അത് അനുവദനീയമാണ്. അപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ ഇത് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ തന്നെയും ആ നഷ്ടത്തിൽ എന്ത് ചെയ്യണം? അയാളും പങ്കുചേരണം. വിള എത്രയാണ് അതിനനുസരിച്ചാണ് വിഹിതം. മനസ്സിലെ? അതാണ് മുസാറാത്ത്. അത് ധാന്യവിളകളിൽ. അതേസമയം മുസാഖാത്ത് എന്ന് പറയുമ്പോൾ പിന്നെ കൃഷിഭൂമി നൽകും, അതിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുക. എന്നിട്ട് പിന്നെ വിളയുടെ ഒരു വിഹിതം, അത് ഈത്തപ്പന പോലുള്ളതായൊക്കെ കൃഷികളുടെ വിഷയത്തിൽ.
അതാണ് ഇസ്ലാമിൽ അനുവദനീയമായ ഇടപാടുകളുണ്ടാവും. പിന്നെ ഈ വർഗ്ഗങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാശിന് പകരം സാധനങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ വർഗ്ഗങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റക്കുറച്ചിൽ നമുക്ക് കൈമാറ്റം ചെയ്യാം. പക്ഷേ പിന്നെ കച്ചവടം കയ്യോട് കയ്യായിരിക്കണം, കയ്യോട് കയ്യായിരിക്കണം. മനസ്സിലായില്ല? ഇല്ല എങ്കിൽ ഇത്തരം ഇടപാടുകളിലൊക്കെ ഇതിലിപ്പോൾ പിന്നെ നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ തറാദിന വേണം, പരസ്പരം തൃപ്തിപ്പെടണം. പിന്നെ കൊള്ളുന്ന ഞാൻ എന്ത് കൊള്ളുന്നു എന്നുള്ളത് തീരുമാനമാണ്. കൊടുക്കുന്ന ആൾ എന്ത് പിന്നെ കൊള്ളുന്ന ആൾ പൈസ കൊള്ളുന്നതാണെങ്കിൽ എത്ര പൈസ എന്നുള്ളത് തീരുമാനിക്കപ്പെടണം. അതേപോലെ തന്നെ അതിന് കൊടുക്കുന്ന സാധനം എന്ത് അതും നിർണ്ണയിക്കപ്പെടണം. ഇവിടെ അത് വരുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെ അത് കച്ചവടമാണ്? അതായത് ഈ നാണയവും പിന്നെ സ്വർണ്ണവും ഇട്ടുള്ള കൈമാറ്റം അത് കയ്യോട് കൈയായിരിക്കണം. കടം വരെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സ്വർണ്ണം ഇന്ന് വാങ്ങി പിന്നെ നാളെ കാശ് തരാം, അത് പാടില്ല. കാശ് കൊടുക്കുക, സ്വർണം വാങ്ങുക, അങ്ങനെ പാടുള്ളൂ. അതില്ലെങ്കിൽ പലിശയാണ്. ഇപ്പോൾ ചിലർ എന്ത് ചെയ്യും, കല്യാണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് സ്വർണം വാങ്ങിക്കൊണ്ടിരും. എന്നിട്ട് കല്യാണത്തിന് പോയിട്ടും സമ്മാനം കിട്ടിയതായിട്ട് പിന്നെ എന്ത് ചെയ്യും, പൈസ കൊണ്ട് കൊടുക്കുക. അത് തെറ്റാണത്. സ്വർണ്ണം വാങ്ങുമ്പോൾ വില വെക്കാൻ അത് പാടുള്ളതല്ല. കാരണം എന്താ വെച്ചാൽ പിറ്റേന്ന് ആ പൈസ കൊണ്ടുപോയി കൊടുക്കുന്ന ടൈമിലുണ്ടല്ലോ സ്വർണ്ണത്തിൻ്റെ റേറ്റ് വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിലും പാടുള്ളതല്ല. കാരണം എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പിന്നെ ഫൈദ ഇഖ്തലഫത്തിൽ അജ്നാസ് ഫബീഉ പിന്നെ അതല്ല ഇതിപ്പോൾ കറൻസിയാണ്. സ്വർണം പിന്നെ ഇത് കാശ്. സ്വർണവും കാശും കൈമാറ്റം ചെയ്യുമ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പിന്നെ കയ്യോട് കയ്യായിരിക്കണം എന്നുള്ളതാണ്. കയ്യോട് കയ്യായിരിക്കണം. ഇനി പിന്നെ വർഗം വ്യത്യാസപ്പെട്ട് എൻ്റെ കയ്യിലുള്ളത് കാശാണ്, അയാളുടെ കയ്യിലുള്ളത് സ്വർണ്ണമാണ്. മനസ്സിലായില്ലേ? സ്വർണവും കാശും കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ കൈമാറ്റം ചെയ്യാം. ഫൈദ ഇഖ്തലഫത്തിൽ അജ്നാസു ഫബീഉ കൈഫ ശിഅ്തും ഇതാക്കാൻ യദംബിയത്, കയ്യോട് കയ്യാണെങ്കിൽ. അപ്പോൾ കയ്യോട് കയ്യായിരിക്കണം എന്നുള്ളത് ഇതിലൊക്കെ നിയമമാണ്. ഈ സ്വർണവും പിന്നെ കാശും തമ്മിലുള്ള കൈമാറ്റത്തിൽ കാശ് കൊടുത്തിട്ട് സ്വർണം വാങ്ങണമെങ്കിൽ അപ്പം കാശ് കൊടുക്കണം, സ്വർണം വാങ്ങണം. അതില്ല എങ്കിൽ പറ്റൂല. സ്വർണ്ണം ഇന്ന് വാങ്ങിയിട്ട് നാളെ പൈസ കൊണ്ടുവന്നേരാ ഇന്നത്തെ റേറ്റ് എന്ന് പറയാൻ പാടുള്ളതല്ല. അത് തെറ്റാണ്. നമ്മൾ തന്നെ മുഖാദറ, മുലാമസ എന്ന് പറഞ്ഞതാ സാധനം ഡ്രസ്സൊക്കെ വിൽക്കുമ്പോൾ ജാഹിലിയത്തിലുണ്ടായിരുന്ന ഒരു കച്ചവടമാണിത്. മനസ്സിലല്ലേ? സാധനം ഡ്രസ്സൊക്കെ മടക്കിയോടെ വെച്ചിട്ടുണ്ട് എങ്കിൽ മനസ്സിലല്ലേ, തൊട്ട് വെക്കുക എന്നല്ലാതെ നിവർത്തി വെക്കാൻ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ സ്പർശിച്ചിട്ട് സാധനം കൊള്ളുക, സാധനം എടുത്ത് നോക്കാതെ. ഇപ്പോൾ ചാക്കിലുണ്ടാകും, ചാക്കിൽ കൈയിട്ടിട്ട് നോക്കുക. അല്ലേ? അതേപോലെ തന്നെ ഷീലയൊക്കെയാണ് എങ്കിൽ തൊട്ട് വെക്കുക എന്നുള്ളതല്ലാതെ നിവർത്തി പൂർണ്ണമായിട്ട് നോക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള കച്ചവടം, അതാണ് മുലാമസ. മുനാബദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ സാധനം ഇട്ടിട്ടുണ്ടാവും. അയാൾ എന്താണോ കസ്റ്റമർക്ക് എടുത്തെറിഞ്ഞു കൊടുക്കുന്നത് അത് അയാൾ കൊള്ളുക, അതിന് വില ഇയാൾ പറയുന്നത് തരിക. മനസ്സിലായല്ലേ? അതാണ് മുനാബദ. ആ രീതിയിൽ കച്ചവടം ഉണ്ടായിരുന്നു. കാശ് ഇങ്ങോട്ടും എറിഞ്ഞു കൊടുക്കും, മറ്റേ ആൾ സാധനം അങ്ങോട്ടും കൊടുക്കും. ഇയാൾ എന്താണ് എറിഞ്ഞു കൊടുക്കുന്നത് അത് അയാൾ കൊള്ളുക, അയാൾ എന്താണ് എറിഞ്ഞു കൊടുക്കുന്നത് ഇയാൾ കൊള്ളുക. ആ രീതിയിൽ ഒക്കെ ചതിയും വഞ്ചനാപരമായിട്ടുള്ള ഏർപ്പാടുകളാണ്. മുസാബന നമ്മൾ പറഞ്ഞ് എന്താ മുസാബന? ഈത്തപ്പഴ കാരക്ക, മരത്തിലുള്ള കാരക്കയായിട്ടുള്ള ആ കൈമാറ്റം. ഈ ഇടപാടുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ മുഹാഖലത്തി വൽ മുഖാദറത്തി വൽ മുലാമസത്തി വൽ മുനാബദത്തി വൽ മുസാബന റവാഹുൽ ബുഖാരി. അടുത്ത ഹദീസ്. ഇളനീനായിട്ടിന് പാകമായിട്ടില്ലേ? ഇളനീനിന് പാകമില്ലേ? അല്ല, ഇളനീനായിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കുക, ഇളനീനായിട്ടുണ്ടെങ്കിൽ ബുദൂ സലാഹി വന്നില്ലേ? വന്ന്. അടുത്ത ഏതാരാ റാവി? അൻ താഊസ് അൻ ഇബ്നു അബ്ബാസ് عن رسول الله قال رسول الله صلى الله عليه وسلم لا تلقوا الركبان ولا يبيع حاضر لباد. قلت لابن عباس ما قوله ولا يبيع حاضر لباد؟ قال لا يكون له سمسارا. متفق عليه. طيب واللفظ للبخاري عليه. طيب عن طاووس عن ابن عباس رضي الله تعالى عنه. താവൂസ് ഇബ്നു കൈസാൻ ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖരാണ്. താവൂസ് ഇബ്നു കൈസാൻ ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം ചെയ്യാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ലാ തലക്കൗ അർ റുക്ബാൻ, ലാ തലക്കൗ റുക്ബാൻ എന്ന് പറഞ്ഞാൽ ലാ തലക്കൗ അർ റുക്ബാൻ എന്നർത്ഥം. നിങ്ങൾ യാത്രാ സംഘങ്ങൾ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാർത്ഥവാഹക സംഘങ്ങൾ, കച്ചവട ചരക്കായിട്ട് വരുന്ന സംഘങ്ങളെ നിങ്ങൾ സ്വീകരിക്കരുത്, കണ്ടുമുട്ടരുത്. വലാ യബീഉ ഹാദിറുൽ ലിബാദ്, വലാ യബീഉ ഹാദിറുൻ, നാട്ടിൽ താമസിക്കുന്നവൻ, നഗരവാസി, അവൻ വിൽക്കരുത് ലിബാദിൻ, ഗ്രാമീണന് വിൽക്കരുത് പറഞ്ഞാൽ ഗ്രാമീണന് വേണ്ടിയിട്ട് വിൽപ്പന നടത്തരുത്. ഖുൽതുലി ഇബ്നു അബ്ബാസ്, ഞാൻ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, താവൂസ് ബിൻ കൈസാൻ പറയണം, മാ ഖൗലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കിൻ്റെ പൊരുൾ എന്താണ്? വലാ യബി ഹാദിറുൽ ലിബാദ്, ഹാദിർ എന്ന് പറഞ്ഞാൽ പട്ടണവാസി, ബാദി എന്ന് പറഞ്ഞാൽ ഗ്രാമീണവാസി. ഗ്രാമീണവാസിക്ക് വേണ്ടിയിട്ട് പട്ടണവാസി വിൽപ്പന നടത്തരുത് എന്ന് റസൂലുള്ള പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ കാല ഇബ്നു അബ്ബാസ് പറഞ്ഞു, ലാ യകൂനു ലഹു, ലാ യകൂനു ഹാദിർ അഥവാ പട്ടണവാസി ആവരുത്, ലഹു ഗ്രാമീണവാസിക്ക്, സിംസാറൻ, സിംസാർ എന്ന് പറഞ്ഞാൽ ദല്ലാൽ, ഇടനിലക്കാരൻ. ഇവിടെ എന്ത് ഈ പറഞ്ഞേ? അതായത് ഗ്രാമീണവാസികൾ ഗ്രാമത്തിലാണല്ലോ അവർ കൃഷി ഉണ്ടാക്കുക. ഗ്രാമത്തിൽ കൃഷി ഉണ്ടാക്കിയിട്ട് ഗ്രാമീണവാസികൾ എന്ത് ചെയ്യും? ഗ്രാമത്തിൽ നിന്ന് ഒടുക്ക് വരും, പട്ടണത്തിലേക്ക് വരും. അപ്പോൾ അന്നത്തെ പതിവ് എന്താണ്? ഈ ഗ്രാമീണവാസികളെ മാർക്കറ്റിലേക്ക് എത്താതെ, അവർക്ക് എത്താൻ സമ്മതിക്കാതെ മാർക്കറ്റിലുള്ള ആളുകളുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? ഇവരെ വൈക്ക് ചെന്ന് കാണും. എന്തിനാണ് വൈക്ക് ചെന്ന് കാണുന്നത്? അവർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിലെ വില അവരറിയും, മനസ്സിലായേ? അപ്പോൾ അവരെ മാർക്കറ്റിലെ വിലയിൽ അറിയാതെ വഴിയിൽ വെച്ച് പറ്റിക്കാനാണ്, കുറഞ്ഞ വിലക്ക് സാധനം കൊള്ളാനാണ് ഈ നാട്ടിൽ താമസിക്കുന്നവർ ഗ്രാമീണവാസികളെ വഴിയിൽ വെച്ച് കാണുന്നതാണ്. അപ്പോൾ റസൂലുള്ള പറയാൻ ലാ തൽഖൗ അർ റുക്ബാൻ എന്നാൽ ലാ തലഖൗ അർ റുക്ബാൻ, നിങ്ങൾ കച്ചവട ചരക്കുകളായിട്ട് വരുന്ന യാത്രാ സംഘങ്ങളെ വഴിയിൽ കണ്ടുമുട്ടരുത്, വഴിയിൽ സ്വീകരിക്കരുത്. മാത്രമല്ല വലാ യബി ഹാദിറുൽ ലിബാദ്, ഗ്രാമീണവാസിക്ക് വേണ്ടി പട്ടണവാസി ഇടനിലക്കാരനായിട്ട് കച്ചവടം ചെയ്യുകയും ചെയ്യരുത്. അതാണ് ഇവിടെ ഉദ്ദേശം. അതായത് ഗ്രാമീണവാസി സാധനമായിട്ട് വന്ന് അപ്പോൾ ഓനെ എന്ത് ചെയ്യുക? ഒരു സൈഡാക്കിയിട്ട് ഓനക്ക് വേണ്ടിയിട്ട് പട്ടണവാസി കച്ചവടം ചെയ്യുക. ഓനോട് പറയാം, എനിക്ക് ഞാൻ വിറ്റോളാം, ഞാൻ അവിടെ പോയിരുന്നോ, വില ഞാൻ കൊണ്ടുവന്ന് തരാമെന്നറിയാം. കാരണം ഗ്രാമീണന് അറിയില്ല എന്താണ് മാർക്കറ്റ് നിലവാരം എന്നുള്ളത്, പക്ഷേ പട്ടണവാസിക്ക് അറിയാം. അപ്പോൾ ഇവൻ കൂടുതൽ ഇതിന് വിറ്റിട്ട് ഇവൻ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താൽ മതിയാവും. അതാണ് ആ വിഷയം, അതാണ് പറഞ്ഞത്. അതാണ് വലാ യബി ഹാദിറുൻ, പട്ടണവാസി വിൽക്കരുത്, ലിബാദിൻ, ആർക്ക് വേണ്ടി? ഗ്രാമീണവാസിക്ക് വേണ്ടി. എന്നാൽ ഗ്രാമീണവാസിക്ക് വേണ്ടി ഒരു ഇടനിലക്കാരനായിട്ട് ഈ പട്ടണവാസി നിന്നിട്ട് കച്ചവടം ചെയ്യരുത് ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഖുൽതുലി ഇബ്നു അബ്ബാസ്, താവൂസ് ബിൻ കൈസാൻ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, മാ ഖൗലുഹു, റസൂലുള്ളാഹിൻ്റെ ഈ വാക്ക് എന്താണ്? അതിൻ്റെ പൊരുൾ? ലാ യബി ഹാദിറുൽ ലിബാദ്, ഹാദിർ ബാദ് പറഞ്ഞാൽ അവിടെ ഗ്രാമീണവാസി, അവന് വേണ്ടിയിട്ട് പട്ടണവാസി വിൽക്കരുത് എന്ന് റസൂലുള്ള പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? പറഞ്ഞ് ലാ യകൂനു ലഹു സിംസാറൻ, പട്ടണവാസി ഒരിക്കലും ഗ്രാമീണനെ ഒരു ഇടനിലക്കാരനാകാൻ പാടുള്ളതല്ല. അപ്പോൾ എന്താ വേണ്ടത്? ഗ്രാമീണവാസി കൊണ്ടുവരിക ചരക്കുകൾ മാർക്കറ്റിലിടുക, എന്നിട്ട് അവനെന്ത് ചെയ്യുക? അവന് വിൽക്കുക, വില അറിഞ്ഞ് സൂക്ക് മാർക്കറ്റ് മനസ്സിലാക്കിയിട്ട് അവൻ വിൽക്കുക. അല്ലാതെ അവൻ ഇടനിലക്കാരനായിട്ട് ആരും നിൽക്കാൻ പാടുള്ളതല്ല, ഒരു പട്ടണവാസി നിൽക്കാൻ പാടുള്ളതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതൊക്കെയും കച്ചവടം എന്താവാനാണ്? കച്ചവടം സുതാര്യമാകാൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ നിഷേധിക്കും, മഴ തടയും. അതുകൊണ്ട് തന്നെ ഇത്തരം ഇടപാടുകൾ വളരെയധികം സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല, ദീനുൽ ഇസ്ലാം ഒരിക്കലും അന്യായം, അത് വാങ്ങുന്നവനും കൊള്ളുന്നവനും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇടപാടുകളിൽ അന്യായം ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നുള്ള ദീനിൻ്റെ നിഷ്കർഷയാണ് ഇത്തരം അധ്യാപനങ്ങൾ പഠിപ്പിക്കപ്പെട്ടതിലുള്ളത്. ഇതും ഈ ഹദീസും അതേപോലെ തന്നെയാണ്. ഹദീസ് ആരുടേതാണിത്? വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തലഖൗ അൽ ജലബ് ഫമൻ തുലഖിയ ഫശ്തുരിയ മിൻഹു ഫഇദാ അതാ സയ്യിദുഹു സൂഖ് ഫഹുവ ബിൽ ഖിയാർ റവാഹു മുസ്ലിം. അബൂ ഹുറൈറയിൽ നിവേദനം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ലാ തലഖൗ അൽ ജലബ്, ജലബ് എന്ന് പറഞ്ഞാൽ സില, ചരക്കുകൾ, കച്ചവട ചരക്കുകൾ. ലാ തലഖൗ അൽ ജലബ്, നിങ്ങൾ കച്ചവട ചരക്കുകൾ സ്വീകരിക്കരുത്. ഇവിടെ ഈ ആദ്യത്തെ ഹദീസിൻ്റെ അതേ ആശയമാണ്. കച്ചവട ചരക്കുകൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാമീണർ കൊണ്ടുവരുന്ന കച്ചവട ചരക്കുകൾ വഴിയിൽ വെച്ചിട്ട്
സ്വീകരിക്കരുത്. ഫമൻ തുലുക്കിയ ഫസ്റ്റുരിയമിനു ഫമൻ തുലുക്കിയ ആരെങ്കിലും എന്ത് ചെയ്തു, ഒരു ഗ്രാമീണവാസിയെ കണ്ടുമുട്ടി കച്ചവടച്ചരക്കുകൾ ഫസ്റ്റുരിയമിൻഹു അവരിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടു. ഒരാളെ കണ്ടുമുട്ടുകയും അയാളിൽ നിന്ന് കച്ചവടച്ചരക്കുകൾ വാങ്ങുകയും ഉണ്ടായാൽ ഫൈദ അതാ സയ്യിദു ഹുസൂഖ് ആ കച്ചവടച്ചരക്കിൻ്റെ യജമാനൻ ഉടമസ്ഥൻ മാർക്കറ്റിലെത്തിയാൽ ഫഹുവ ബിൽ ഖിയാർ ആ യജമാനൻ അയാൾക്ക് ഖിയാറുണ്ട്. എന്താ ഖിയാർ? കച്ചവടം നടത്താനും കച്ചവടം അലസിപ്പിക്കാനും ഖിയാറുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വഴിയിൽ വെച്ചിട്ട് ചരക്കുകൾ കൊള്ളരുത്. വഴിയിൽ വെച്ചിട്ട് ചരക്കുകൾ കൊള്ളണത് എന്തിനാ? മാർക്കറ്റിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വില കൊടുക്കേണ്ടി വരും. വഴിയിൽ വെച്ച് കൊണ്ടാലും എന്തായാലും കുറച്ച് കൊടുത്താൽ മതി, അതിനാണ്. അങ്ങനെ കൊള്ളരുത്. ഫമൻ തുലുക്കിയ ഫസ്റ്റുരിയമിനും ഇനി ഒരാളെ വഴിയിൽ വെച്ച് കാണുകയും സ്വീകരിക്കുകയും അയാളിൽ നിന്ന് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ കച്ചവടച്ചരക്കിൻ്റെ ഉടമസ്ഥൻ ഫൈദാത്ത ചെയ്തു, അതിൻ്റെ ഉടമസ്ഥൻ എത്തി ഇവിടെ അസൂഖ് മാർക്കറ്റിലെത്തിയിട്ട് താനെ എന്നെ പറ്റിച്ചിരുന്നെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടാൽ, കള്ളി അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഫഹുവ ബിൽ ഖിയാർ അതാണ്, അയാൾക്ക് കച്ചവടം നിലനിർത്താനും അല്ലെങ്കിൽ അലസിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായോ? പറഞ്ഞേ മനസ്സിലായോ? കച്ചവടം തെറ്റാണ്. അയാൾ പറയാണ്, അയാൾക്ക് ബോധ്യപ്പെട്ട് മാർക്കറ്റിൽ വന്നപ്പോൾ ചെങ്ങായി എന്നെ പറ്റിച്ചാണ് വൈക്കുന്നത്, അയാൾക്ക് എന്ത് ചെയ്യുക? കച്ചവടം അലസിപ്പിക്കുക. അയാൾ ബുദ്ധി ഉണ്ടാവണമെങ്കിൽ കച്ചവടം നിർത്തുക? ഇല്ല. അയാളെന്താ ചെയ്യുക? കച്ചവടം അലസിപ്പിക്കും. അതാണ്. കച്ചവടം നിലനിർത്താനും പിന്നെ അലസിപ്പിക്കാനും അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. റവാഹു മുസ്ലിം. ഇതാണ് ഏതാനും ഹദീസുകൾ. ഇൻഷാ അല്ലാഹ് പിന്നെ ബാക്കി ഇനി കുറേ ഹദീസുകളുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് വിശദീകരിക്കാം. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.